ഹായ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു മീൻകറി തയ്യാറാക്കട്ടെ. സാധാരണ നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന മീൻകറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല പച്ച കളറിലുള്ള മീൻകറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതായത് ഗ്രീൻ മസാലയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല രുചികരമായിട്ട് തന്നെ തയ്യാറാക്കണമെന്ന് നോക്കാം. വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് കേട്ടോ എടുക്കണത്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആവണമെങ്കിൽ എരിവ്, അതായത് പച്ചമുളകിൻ്റെ അളവ് അതിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ്. പിന്നെ ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില, അതിൻ്റെ ആ ഒരു കട്ടിയുള്ള തണ്ടുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ചെറിയ തണ്ടുകളൊന്നും കുഴപ്പമൊന്നുമില്ല, ഒന്നില്ലെങ്കിൽ മുറിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുറിച്ചിട്ടൊന്നുമില്ല, നമുക്ക് എന്തായാലും ഇത് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ സവാള കേട്ടോ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സവാളയുടെ വാട്ടർ കണ്ടൻറ്റും അതുപോലെ മല്ലിയിലയിലൊക്കെ ഉള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ മതി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മീൻകറി തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടി തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ മൺചട്ടി ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആ ഒരു ഗ്രീൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ നല്ല തണുപ്പായ കാരണമാണ് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ഉരുകി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ ഗ്രീൻ മസാലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാട്ടെ. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടത്. ഈ ഒരു ഗ്രീൻ മസാല നന്നായിട്ട് തന്നെ വഴന്ന് വരണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഒഴിച്ചു കൊടുക്കാവുന്നുള്ള. പ്രത്യേകിച്ച് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വഴന്ന് വരണമെങ്കിൽ എണ്ണ ആവശ്യത്തിന് തന്നെ വേണമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പച്ച കളറിൽ തന്നെ ഇരിക്കണില്ലേ. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം സമയം തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് ഒന്ന് കളറൊന്ന് മാറി വരണം കേട്ടോ. അതുവരെ തന്നെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര തന്നെ വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീൻ കറിയിലേക്ക് മൊത്തത്തിലുള്ള ഒരു ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് മീനാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അയിലയാണ്. ഏതാണെങ്കിലും നന്നായിട്ട് തന്നെ വരും കേട്ടോ. നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് തന്നെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതുള്ളൂ. അല്ലെങ്കിൽ മീൻ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്തെടുക്കാം. പിന്നെ ചിക്കൻ കറിയും ഈ ഒരു സെയിം മസാല ഉപയോഗിച്ചിട്ട് തന്നെ തയ്യാറാക്കണമെങ്കിൽ അപ്പോഴും നന്നായിട്ട് തന്നെ വരും കേട്ടോ. ചിക്കൻ കറി ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 800 ഗ്രാം മീനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അയില ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ 800 ഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് 2 പാൽ, നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 1 നാളികേരമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് 2.5 കപ്പ് അളവിൽ 2 പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതായത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരണം. അതുവരെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഞാനിതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിക്കനുസരിച്ച് നമ്മളിതിലേക്ക് കോൽപ്പുളിയോ കുടംപുളിയോ അങ്ങനെ വേറൊരു പുളികളും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് വൈറ്റ് വിനിഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ പുളിക്കനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഈ ഒരു വിനാഗിരി തന്നെയാണ് ഇതിന് ആ ഒരു പുളിയും ആ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മൾ അരച്ചെടുത്ത സമയത്തും കറിവേപ്പിലൊക്കെ ചേർത്തിരുന്നു, പക്ഷേ ഇപ്പോഴും നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം സമയം മതിയാവും. 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ മീൻ നന്നായിട്ട് വെന്ത് വരും. അതിലൊന്നും വെന്ത് വരാൻ ഒരുപാട് സമയം വേണ്ട, പക്ഷേ ചാറൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയ്ക്കൊരു സമയം എടുക്കുന്നത്. കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ ഒന്ന്
വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. കൂടുതൽ സ്പൈസി ആവണമെങ്കിൽ, ഇതിപ്പോൾ പച്ചമുളക് തന്നെയാണെങ്കിലും അത്യാവശ്യം എരിവുണ്ട്. പിന്നെ ആ ഒരു കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും നന്നായിട്ട് തന്നെ വരും. ഈ ഒരു സമയത്ത് തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഞാൻ 1 തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, നല്ല പഴുത്ത തക്കാളി. അപ്പോൾ തക്കാളി ഈ ഒരു അവസാന സമയത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. തക്കാളി അങ്ങനെ ഇട്ട് കുക്ക് ചെയ്തൊന്നും എടുക്കുന്നില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിലൊന്ന് വലിയ കഷ്ണങ്ങളായിട്ട് തക്കാളി മുറിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ വലിയ പുളിയുള്ള തക്കാളിയൊന്നുമല്ല, പുളിക്ക് വേണ്ടിയിട്ടൊന്നല്ല തക്കാളി ചേർക്കുന്നത്. പുളിയുള്ള തക്കാളി വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതുള്ള കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക, 1 പാല്. അപ്പോൾ 1 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള നാളികേരപ്പാലാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ. തക്കാളി ചേർത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് നാളികേരപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതുള്ളൂ. അതിനുശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതങ്ങനെ ഒരുപാട് തിളച്ച് വരേണ്ട ആവശ്യമില്ല, പിരിഞ്ഞ പോലെയൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് നിലനിൽക്കുമല്ലോ. അപ്പോൾ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉള്ളി കാച്ചി ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് കേട്ടോ ഈ ഒരു മീൻ കറിക്ക്. അപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതുള്ളൂ. എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു സൂപ്പിൻ്റെ ടേസ്റ്റൊക്കെയാണ് തോന്നിയത് അതിൻ്റെ ഒരു ഗ്രേവിക്ക്. സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു മീൻ കറിയുടെ ടേസ്റ്റ് അല്ല, വ്യത്യസ്തമായിട്ടുള്ള രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.